പ്രൈസ് ലോർഡ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സമാധാനം അഥവാ പീസ്. സമാധാനം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് എന്ന് പറയുന്നത് ഒരു സാധാരണ സമാധാനവും, ഒന്ന് ദൈവികമായിട്ടുള്ള യഥാർത്ഥ സമാധാനവും. അപ്പോൾ സാധാരണ സമാധാനം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് എന്താ? ഭയമില്ലാതെ, ആം, പേടിയില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തു കിട്ടുന്ന ഒരു അവസ്ഥയാണ്, ഒരു ശാന്തതയാണ് സമാധാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ മനസ്സ് ശാന്തമായും അതുപോലെ തന്നെ ആകുകയും ചുറ്റും മറ്റുള്ളവരുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സ് അപ്പോൾ അനുഭവിക്കുന്ന ഒരു ഇതാണ് സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ സമാധാനം സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ശാന്തതയാണ് സമാധാനം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമല്ലെങ്കിൽ പോലും പ്രശ്നങ്ങൾ, ഭയം, രോഗം, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങളുടെ നടുവിലൂടെയും നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഒരു യഥാർത്ഥ സമാധാനമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, ആ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമ്മുടെ മനസ്സിന് തരുന്ന ഒരു ശാന്തതയാണ് യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിൽ ദൈവം തരുന്ന സമാധാനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഇവിടെ ദൈവം പറയുന്ന ഈ ബൈബിൾ വേർഡ്സിൽ നിന്ന് നമുക്കൊരു 4 കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. എന്ന് പറയുന്ന ദൈവം തരുന്ന സമാധാനം. ഇവിടെ ദൈവം തരുന്ന സമാധാനം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു വാല്യുബിൾ ഗിഫ്റ്റാണ് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന സമാധാനം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സമാധാനത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവം നമുക്ക് തരുന്ന സമാധാനം. സാഹചര്യങ്ങൾ നമുക്ക് മാറിയില്ലെങ്കിലും ദൈവം നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നൽകുന്നു. നമ്മുടെ സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും ദൈവം ആ മൊമെൻറ്റിൽ നമുക്ക് തരുന്ന സമാധാനമാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കലങ്ങരുത്. നമ്മുടെ ഹൃദയം കലങ്ങാൻ പാടില്ല. നമ്മുടെ ഹൃദയം കലങ്ങരുതെന്ന് പറയുന്നത് എന്ത് പ്രശ്നം വന്നാലും പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മുൻപിലോട്ട് പോകണം. അപ്പം നമുക്ക് ദൈവം അവിടെ ഒരു സമാധാനം. ഭ്രമിക്കരുതെന്ന് പറയുന്നത്, ഭ്രമിക്കരുത്, ഭയപ്പെടരുതെന്ന് ദൈവം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഭയത്തെ മാറ്റി നമുക്ക് ധൈര്യം നൽകുന്നു. അതാണ് ഇവിടെ നാലാമത് പറയുന്നത്, ഭയപ്പെടേണ്ട അഥവാ ഭ്രമിക്കേണ്ട എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ഭയത്തെ മാറ്റി നമുക്കൊരു സമാധാനം തരുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഈ ബൈബിൾ വേർഡ്സ് ദൈവം ഇവിടെ പറയുന്നത് നമ്മളോട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ ദൈവം പറയുന്ന ഒരു യഥാർത്ഥ സമാധാനം, ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന യഥാർത്ഥ സമാധാനം എന്ന് പറയുന്ന എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് തരുന്ന ഒരു ബലം, ധൈര്യം, ദൈവം നമുക്ക് തരുന്ന സമാധാനം. ചിലപ്പം രോഗമായിരിക്കാം, കഷ്ടമായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. എന്ത് തന്നെ അവസ്ഥയായാലും ദൈവം നമ്മുടെ മനസ്സിന് തരുന്ന ഒരു ശാന്തതയും സമാധാനവുമാണ് യഥാർത്ഥമായിട്ടുള്ള സമാധാനം. ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. പക്ഷേ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി കിട്ടണമെന്നില്ല. എന്നാൽ ആ സമയത്ത് പോലും ദൈവം നമുക്ക് തരുന്ന ഒരു സമാധാനമാണ് യഥാർത്ഥ സമാധാനം. അപ്പം ഈ യോഹന്നാൻ 14:27 പറയുന്നത് പോലെ ആ വാക്യം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഒരു സമാധാനം, ദൈവം തരുന്ന ഒരു സമാധാനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം, ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം വായിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായോ? ലോകം തരുന്ന സമാധാനമല്ല. ഈ ലോകത്തിൽ ലോകം തരുന്ന സമാധാനമൊക്കെ ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് കാണത്തുള്ളൂ. പക്ഷെ ദൈവം തരുന്ന സമാധാനം അത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുൻപിലോട്ട് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഏത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്? യഥാർത്ഥമായിട്ടുള്ളൊരു സമാധാനമാണോ അതോ ഒരു സാധാരണ സമാധാനമാണോ? എല്ലാവരും അപ്പോൾ ഇവിടെ
അപ്പോൾ ദൈവം തരുന്ന സമാധാനമാണ് യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപിലോട്ട് പോകാം. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സമാധാനവും സന്തോഷവും തരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.